ജീവിതശൈലി ക്രമീകരണത്തിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ന്യൂട്രീഷൻ എത്തിക്കുക, ടോക്സിൻസിന്റെ അളവ് കുറയ്ക്കുക, എക്സസ് നമ്മൾ ബോഡിയുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടെ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി നമ്മൾ ബോഡിയിലുള്ള എക്സസ് ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ നോക്കാം. പിന്നെ നമ്മൾ ബോഡിയിലേക്ക് ചെല്ലുന്ന ടോക്സിനുകളുടെ ഇത് കുറയ്ക്കുക. അങ്ങനെ 4 പോയിന്റ്സ് ആണ് അതിനകത്ത് നോക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ കാണുന്ന പേഷ്യൻസ് ഒരാൾ ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഒന്നും വരാറില്ല. പിന്നെ ഒബേസിറ്റിക്ക് ട്രീറ്റ്മെന്റിന് വരുന്നതിന് കൂടി ഒരു ഇൻസിഡന്റൽ ഫൈൻഡിങ് ആയിട്ട് ഫാറ്റി ലിവർ വരാം. അതായത് വണ്ണം കൂടിപ്പോയി ഓവർ വെയിറ്റ് ആണ്, കുറയ്ക്കണം എന്നുള്ളവരുടെ ചിലപ്പോൾ അവർക്ക് വേറെ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരിക്കും. അവർക്ക് ആകെ ഒരു സ്കാനിങ് നോക്കുമ്പോൾ ഒരു ഫാറ്റി ലിവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ ഫാറ്റി ലിവർ ഗ്രേഡ് 1 അല്ല ക്ലിനിക്കൽ സപ്പോർട്ട് എടുത്ത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അവർ 100 കിലോ ഉണ്ടാവും, അതിനകത്തുനിന്ന് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതായിരിക്കും. അപ്പം ബാക്കിയുള്ള സാധാരണ വരുന്ന പേഷ്യൻസ് എല്ലാം യൂഷ്വലി ഇപ്പം ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ പേഷ്യന്റ്, അല്ലെങ്കിൽ ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞ പേഷ്യന്റ് ആയിരിക്കും. ഇപ്പൊ ബൈപ്പാസോ അല്ലെ ആൻജിയോഗ്രാം ചെയ്ത് സ്റ്റെന്റ് ഇടണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്തു സ്റ്റെന്റ് ഇടാൻ പറ്റില്ല, ആൻജിയോഗ്രാം ചെയ്താൽ അപ്പൊ തന്നെ സ്റ്റെന്റ് ഇടുമല്ലോ, സ്റ്റെന്റ് ഇടാൻ പറ്റില്ല, ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നീ മുട്ട് മാറ്റി വെക്കുക ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞു, ഓവർ വെയിറ്റ് കാരണം. പലരും ഓവർ വെയിറ്റുകാർ വരുന്നത് മുട്ടിന് ആർത്രൈറ്റിസ് വന്നിട്ട് മുട്ട് മാറ്റി വെക്കണമെന്ന് പറയുമ്പോഴായിരിക്കും പലപ്പോഴും വരുന്നത്. അപ്പൊ അതിന്റെ കൂടെയും കാണും നമ്മളൊരു ഇൻസിഡന്റൽ ഫൈൻഡിങ് ആയിട്ട് ചിലപ്പോൾ ഫാറ്റി ലിവർ പ്രായമായവരും കൂടെ ആകുമ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഒന്നും ആയിരിക്കില്ല, പലർക്കും ഗ്രേഡ് 4, 2, 3 ഒക്കെ ഉണ്ടാവും. ഓർ ഫൈബ്രോസിസ് എടുത്തു കഴിഞ്ഞാൽ ഗ്രേഡ് 4 ഫൈബ്രോസിസിലേക്ക് എത്തിയിട്ടുള്ളവരായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ എടുക്കുമ്പോൾ നമ്മൾ ബോഡിയുടെ എല്ലാ നമ്മൾ വേണ്ട അത്യാവശ്യമുള്ള ഓർഗൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ആണല്ലോ. ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും വന്നത് ഈ ഫാറ്റി ലിവറുമായിട്ട് വെരി കണക്റ്റഡ് ആണ്. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകും, അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് മിക്കവാറും ഫാറ്റ് എക്സസ് ബോഡിയിൽ അടിയും രക്തക്കുഴലിൽ അടിയും ചെയ്യുന്നതുകൊണ്ടാണ്. ഇവർക്കൊക്കെ ഈ പ്രോബ്ലം കൂടെ ഉണ്ടാകും. യൂഷ്വലി ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ എന്നറിയാൻ നമ്മൾ ഇൻസുലിനും സി പെപ്റ്റൈഡും ഒക്കെ നോക്കും. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയബറ്റീസിന്റെ മരുന്ന് നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നിർത്താം. അതാണ് ഒരു പ്രത്യേകത. അത് നിർത്താതെ നമുക്ക് ഒരു ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ ട്രീറ്റ്മെന്റ് എടുക്കാനും പറ്റില്ല. കാരണം നമ്മൾ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റിന് കാലറി കണ്ടന്റ് കുറയ്ക്കുകയാണ്, ലോ കാർബ് ഡയറ്റാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഇൻസുലിനോ ഡയബറ്റിക് മെഡിസിനോ ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ വന്ന് റിസ്ക് ആണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതല്ല, ഡയബറ്റീസിന്റെ മരുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലിരുന്ന് 4 നേരം ഷുഗർ നോക്കുക. ഇപ്പൊ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇപ്പൊ കണ്ടിന്യൂസ് ഷുഗർ മോണിറ്റർ ചെയ്യാവുന്നത്. അപ്പൊ പലരും കുറച്ചുകൂടെ അഫ്ലുവൻ്റ് ആയിട്ടുള്ളവർ ഈ 24 hour മോണിറ്ററിങ് വെച്ച് അപ്പൊ എപ്പോഴും കുത്തണ്ട. അപ്പൊ അത് ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വീക്സിലേക്ക് അത് ഇതായിരിക്കും. അപ്പൊ മിക്കവാറും 2 വീക്സ് കൊണ്ട് ഷുഗർ എല്ലാം ടോട്ടലി കൺട്രോൾഡ് ആയിട്ടും മിക്കവാറും അങ്ങനെ നോക്കുന്നവർ മനസ്സിലാക്കി ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ യൂഷ്വലി പലരും ഒരു 24 hour ഷുഗർ നോർമൽ ആയിട്ടുണ്ടാവും മരുന്നില്ലാതെ.